തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും സർവശക്തനാകുന്ന സമയമായി കഴിഞ്ഞിരിക്കുന്നു PJ ജോസഫിൻ്റെ ഈ കാലഘട്ടം എന്ന് വ്യക്തം. അദ്ദേഹത്തിൻ്റെ പ്രായം 80 കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ കേരള കോൺഗ്രസിൻ്റെ ചരട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സുഭദ്രമാകുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ്. കേരള കോൺഗ്രസ് നേതാവായ KM മാണിയുടെ വിയോഗത്തിന് ശേഷം പിന്നീട് കേരള കോൺഗ്രസിൻ്റെ എല്ലാ അവകാശവും, അതായത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ എല്ലാ അവകാശവും KM മാണിയിൽ നിന്നും ജോസ് കെ മാണിക്ക് ജനങ്ങൾ ചാർത്തിക്കൊടുത്തു എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. പക്ഷേ പാലായിലെ അപ്രതീക്ഷിത തോൽവി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ജോസ് കെ മാണിയെ വല്ലാതെ അലട്ടി. റോഷി അഗസ്റ്റിൻ മന്ത്രിയുമായി ഇടതുപക്ഷവുമായി കേരള കോൺഗ്രസ് എം സഹകരിച്ചു. എന്നാൽ ബജറ്റ് അവതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ KM മാണിക്ക് അലോസരമുണ്ടാക്കി, അതിനെ തടസ്സപ്പെടുത്തി, KM മാണിയെ കള്ളനെന്ന് മുദ്രകുത്തി തലങ്ങും വിലങ്ങും അദ്ദേഹത്തിനെ തെരുവിൽ അവഹേളിച്ച അതേ ഇടതുപക്ഷക്കാരോട് സന്ധി ചെയ്ത ജോസ് കെ മാണിയോട് ജനങ്ങൾ കാത്തുവച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ജോസ് കെ മാണിക്ക് പണി കൊടുത്തു. ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ 10 ഇരട്ടിയായി ആവർത്തിക്കാൻ തന്നെയാണ് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കോൺഗ്രസ് വ്യക്തമായി പറയുന്നു. വെറുതെയല്ല, കണക്കുകൾ സഹിതമാണ് കോൺഗ്രസ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. ഒരു ഘട്ടത്തിലും ഇനി ജോസ് കെ മാണിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ കേരള കോൺഗ്രസ് എമ്മിന് ഏറ്റവും വലിയ ലീഡ് കിട്ടിയ പഞ്ചായത്തുകളടക്കം തകർന്നു ഒലിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. റോഷി അഗസ്റ്റിൻ ഒരു കാര്യം സുദൃഢമായി പറഞ്ഞു: തൻ്റെ രാഷ്ട്രീയ ഭാവിയാണ് ഏറ്റവും പ്രാധാന്യം, വ്യക്തിബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും അപ്പുറത്തേക്ക്. തോമസ് ഉണ്ണിയാടൻ അടക്കമുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേക്കേറിയത് ഉദാഹരണ സഹിതം റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുട മുൻ MLA ആയിരുന്നു തോമസ് ഉണ്ണിയാടൻ. 2001 മുതൽ തോമസ് ഉണ്ണിയാടൻ അവിടെ ജയിക്കുകയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ണിയാടൻ പരാജിതനായി. കൃത്യമായി റോഷി അഗസ്റ്റിൻ ജനങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: UDF തന്നെയായിരുന്നു തൻ്റെ ഏറ്റവും വലിയ ആശ്രയം. UDF വോട്ടുകൾ തനിക്ക് ലഭിച്ചില്ലെങ്കിൽ തൻ്റെ വിജയം ആവർത്തിക്കാൻ കഴിയില്ല. ഇടുക്കിയിലെ ജനങ്ങൾ പൊതുവെ UDF അനുകൂലമാണ്. ഇടുക്കി നിയമസഭയുടെ കാര്യത്തിലും ആ രീതി തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ ആ ട്രെൻഡ് ഇനി ആവർത്തിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുവരുത്തുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വന്നാൽ തീർച്ചയായും അറ്റ കൈക്ക് ജോസഫ് ഗ്രൂപ്പിലേക്ക് ചാടാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അതല്ലെങ്കിൽ എല്ലാ രീതിയിലും പടം മടക്കി വീട്ടിലിരിക്കേണ്ടി വരുമെന്ന് ജോസ് കെ മാണിക്കും കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റക്കെട്ടായി നേരിടാൻ ശ്രമിക്കുമ്പോൾ ജോസ് കെ മാണിക്ക് മറ്റൊരു പ്രഹരം കൂടി മോൻസ് ജോസഫ് നൽകാൻ ഒരുങ്ങുകയാണ്. അത് മറ്റൊന്നുമല്ല, വീണ്ടും നിയമ പോരാട്ടത്തിന് വേണ്ടിയുള്ള ശ്രമം. 2 ചിഹ്നവും ഔദ്യോഗിക പദവിയുമെല്ലാം നേടിയെടുക്കാൻ വേണ്ടി ജോസഫ് ഗ്രൂപ്പാണ് സർവശക്തം എന്ന് കാണിക്കാൻ ജോസ് കെ മാണിയുടെ കൈവശമുണ്ടായിരുന്ന എല്ലാ രീതിയിലുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ഒപ്പം കൂട്ടി ജോസ് കെ മാണിയെ തുരത്താൻ വേണ്ടിയുള്ള തീവ്രമായ ഒരു നീക്കമാണ് ജോസഫ് ഗ്രൂപ്പ് നേതാവായ മോൻസ് ജോസഫ് നടത്താൻ ഒരുങ്ങുന്നത്. ഇതോടുകൂടി ജോസ് കെ മാണിക്ക് എല്ലാ രീതിയിലും കളിക്കളം നഷ്ടമാകും എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.